ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ലൈവൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നീറ്റിയോട് ലൈവില് ഒരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും പൂജയ്ക്ക് വന്നു ക്ലാസ് കഴിഞ്ഞിട്ട്. ഞാൻ 3 മുതൽ 4 മണി 3 to 4 വരെ ലൈവിലിരിക്കുക. അപ്പോൾ അവിടെ വന്നുകൊണ്ട് ഞാൻ 3:30 അത് ഓഫ് ചെയ്തു, ലൈവ് ഓഫ് ചെയ്തു. അത്ര പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു കേട്ടോ. അവർക്ക് ഇന്ന് കലോത്സവമൊക്കെ ആയിട്ട് ഒരു മിനിറ്റ് ഇല്ല, ക്ലാസ് ഇല്ല, നേരത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പൊ നമുക്കിനില്ലേ ഇവര് രാവിലെ നമുക്കൊന്നൊരു തട്ടിപ്പ് തിരയിടയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടായിരുന്നു വൈകുന്നേരം ഉണ്ടാക്കി വെക്കൂ എന്നുള്ളത്. അപ്പൊ നമുക്ക് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആക്കാം. അപ്പൊ ഇപ്പം കഴിക്കാൻ രാത്രിക്ക് അതന്നെ മതി. അപ്പൊ നമുക്ക് ചോറും കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ആർക്കും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മള് ചപ്പാത്തി ആക്കാം, വാട്ടി കുഴക്കാം. അപ്പൊ നമുക്ക് സോഫ്റ്റ് ഉണ്ടാവും, രാത്രിക്കും കൂടെ എടുത്ത് വെക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് മുട്ട റോസ്റ്റിനുള്ള പരിപാടി നോക്കാം കേട്ടോ. മാവ് കുഴച്ചിട്ട് മുട്ട റോസ്റ്റ് ആക്കാം. മാവ് അങ്ങോട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. മുട്ട റോസ്റ്റിന്റെ ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാവുമല്ലോ. മുട്ടയും കൂടെ നമുക്ക് പുഴുങ്ങാൻ വെക്കാം. പിന്നെ സമയം വെറുതെ കളയണ്ട. ഇതൊക്കെ ആവട്ടെ കേട്ടോ. നമുക്ക് അപ്പോഴേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ആള, ഇതൊക്കെ അരിയാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് മാവ് കുഴച്ച് വെച്ചിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാളൊക്കെ ആക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെ പിന്നെയും പൊടി അഴുക്കാവല്ലേ. മാവ് ആട്ടി കുഴച്ചിട്ട് അത് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ വീഡിയോ അങ്ങനെ ലെങ്ത് ആയി പോകും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ്. അതിലുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ എങ്ങനെ പോട്ടെ. എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനാട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. കമന്റ് എന്തായാലും ചെയ്തോളൂ. ഏകദേശം ഞാൻ ടോപ്പ് കമന്ററൊക്കെ നമ്മുടെ 5K കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി, ലൈക്ക് ചെയ്യാൻ വേണ്ടി ഒക്കെ മറക്കരുത്. കൂട്ടത്തിൽ സബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ചപ്പാത്തി മുട്ട റോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രാവിലെ പോകുമ്പോഴേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി മുട്ട റോസ്റ്റ് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കി വെക്കുമോ എന്നുള്ളത് കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ടില്ല. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഉണ്ടായിരുന്നു. പിള്ളേർ വരാൻ വേണ്ടിയിട്ട് എങ്ങനെ പോയാലും ഒരു 5:45 ആവും. 5:05, 5:45 ആവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് എനിക്ക് എന്തായാലും ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും നിന്നാൽ അവർ വരുമ്പോഴേക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിയുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് പൂജുട്ടി ചടപടാന്നേരം കയറി വന്നതാണ് കേട്ടോ. ആൾ പിന്നെ വന്ന പാടന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1 അവർ ലൈവിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഒരു അരമണിക്കൂർ എങ്ങാണ്ട് ഞാൻ ലൈവിൽ കയറി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾ വന്നു. പിന്നെ ഞാൻ അരമണിക്കൂറേ ലൈവിൽ ഇരുന്നുള്ളൂ. എന്നിട്ട് വേഗം ലൈവൊക്കെ ക്ലോസ് ചെയ്തിട്ട് നിർത്തിയിട്ട് നമ്മളിനി കാര്യപരിപാടിയൊക്കെ അടക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് വിശക്കുമെന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തെ പലഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് പിന്നെ കറിയായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാവെടുത്തു, അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പാകത്തിന് ഉപ്പും കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് തിളച്ച വെള്ളത്തിൽ വാട്ടി കുഴയ്ക്കണം. നല്ല ചൂടുണ്ടാവും കൈ കേട്ടോ. പക്ഷെ എന്നാലും അതൊന്നും വക വയ്ക്കാതെ നമ്മളതങ്ങോട്ട് വാട്ടി കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പച്ചവെള്ളത്തിൽ കുഴച്ചാലും മതി. പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ രാത്രിക്കും കൂടി ഉള്ളതാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. പിള്ളേരെ രാത്രിക്കും ഇത് മതി എന്ന് പറഞ്ഞ കാരണം കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇത് ബലം വെക്കണ്ടല്ലോ. പിന്നെ എനിക്കിങ്ങനെ വാട്ടി കുഴയ്ക്കുന്നത് ഇഷ്ടമാണ്. ഇനി നേരമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. തത്രപ്പാടിലൊക്കെ ആണെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുകയും ചെയ്യും. 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ട് നമ്മളിവിടെ വെച്ചിട്ട് ഈ കിച്ചൺ ടാബിൻ്റെ മേലെ വെച്ചിട്ട് നല്ലോണം മാവൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ഉണ്ടാവും മാവിന് നല്ലോണം. നമ്മൾ കുഴയ്ക്കുന്നതിനനുസരിച്ചാണ്, മാവ് കുഴയ്ക്കുന്നതിനനുസരിച്ചാണല്ലോ അതിന് ആ ഒരു സോഫ്റ്റും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. മറ്റത് ആദ്യമൊക്കെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി വലിയ പാടായിരുന്നു കേട്ടോ. കുഴച്ചാൽ ശരിയാവില്ല, ചപ്പാത്തി ഉണ്ടാക്കിയാൽ ബലം വെച്ചുകൊണ്ടായിരിക്കും, സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കൂടെ ആയിട്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഉണ്ടാക്കണേ കൊണ്ടും. പിന്നെ വല്ലപ്പോഴും രസമല്ലേ രാത്രിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ നേക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ വാട്ടി കുഴച്ച് അടച്ച് വെച്ച് കുറച്ച് ഓയിലും കൂടെ പുരട്ടിയിട്ട് എന്നിട്ട് അവിടെ ഒന്നും കൂടെ വൃത്തിയാക്കിയിട്ട് ഇനി നമുക്കില്ലേ വലിയൊരു പരിപാടി നടക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ചധികം ഉള്ളി ഇതിനകത്തേക്ക് എടുക്കണമല്ലോ.
മുട്ട വെച്ചിട്ടുണ്ട് നമ്മൾ അതിനകത്തേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചുല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് അത് ആവണ സമയം കൊണ്ട് നമ്മളിതൊക്കെ അങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വേഗം സവാളയൊക്കെ തൊലി കളയാണ് കേട്ടോ. ഇത് കുഞ്ഞത് കുറച്ച് നമ്മൾ ലിമാക്സ് എന്ന ഓഫറിന് വാങ്ങി കൊടുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ തൊലി പോകാൻ വേണ്ടിയിട്ട് ചിലത് വലിയ പാടാ, വലുത് ചിലത് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ വേഗം വേഗം അത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ആ വെയിലും കൊണ്ട് വന്നതായതുകൊണ്ട് തന്നെ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി മെനക്കെട്ടില്ല കേട്ടോ. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ട്രൈപോഡിൽ വെച്ചിട്ടാണ് ഞാൻ സ്വയമാണ് എടുക്കണം. അതുകൊണ്ട് കുറച്ച് സമയമാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചേരിച്ചൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മളിതാ സവാളയൊക്കെ തൊലി കളഞ്ഞ് എല്ലാം റെഡിയാക്കി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചോപ്പർ റൂട്ടല്ലേ, അതിനകത്ത് 2 വലിയ വലിച്ച് അങ്ങോട്ട് എടുക്കുക. അരിയാൻ വേണ്ടി നിൽക്കണില്ല എന്ന് വിചാരിച്ചു. കൈയിൻ്റെ വേദന എനിക്ക് ഈ പറഞ്ഞ പോലെ അരിയാണെങ്കിലും വലിക്കുകയാണെങ്കിലും ഒക്കെ കണക്കാം. എന്തായാലും പെട്ടെന്ന് തീർന്ന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുത്തിട്ട് 2-3 വലിയ വലിക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് റെഡി ആയിക്കോളും. മുട്ട റോസ്റ്റിന് പിന്നെ ഇങ്ങനെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഒരു 2-3 പ്രാവശ്യം അടിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അടിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ വലിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ റെഡിയാക്കിയിട്ട് അടുത്തതും കൂടെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരുമിച്ച് ഞാൻ അതിൽ വെച്ചിട്ട് അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ രണ്ടാമതൊന്ന് ചതയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും വയ്യ. എല്ലാം കൂടെ അതിനകത്ത് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞോളൂ കേട്ടോ. ഇതിൽ ഇത്തിരി കൂടെ വലുത് വാങ്ങിയാൽ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഓഫറിൻ്റെ സമയത്ത് കുഞ്ഞ് പൈസയ്ക്ക് കിട്ടിയോണ്ട് ഞാൻ പിന്നെ അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ വലിയ കുറേ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഓക്കെയാണ്. പക്ഷേ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി വലുതൊക്കെ ആണെങ്കിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ആക്കി അരിഞ്ഞ് വെച്ച് റെഡിയാക്കി. നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്കത് തണുത്ത വെള്ളത്തിൽ ഒഴിച്ചിട്ടിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് കുക്കർ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാം. ഇനി നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്നുള്ള ടെൻഷനില്ല. തക്കാളി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ണൻകുട്ടി വരുമ്പോൾ കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെ കാണുകയാണെങ്കിൽ ഒന്ന് കൊടുത്തയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഓരോന്നോരോന്ന് അങ്ങോട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരു സാധനം ഇല്ലെങ്കിൽ ഇതാണ് പാട്. നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പോകണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കണ്ടേ. പിന്നെ ഇത് ഇവിടെയൊക്കെ റെഡിയാക്കി വെച്ച് അത് പോയി വാങ്ങി വരുമ്പോഴേക്കും കണ്ണൻകുട്ടി വരും, അവന് വിശക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ സമയത്തിന് നിന്നില്ല. ബാക്കി ഒരുക്കാനുള്ളത് നമുക്ക് അങ്ങോട്ട് ഒരുക്കാം കേട്ടോ. ഇത് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് അവർ വന്നിട്ട് എന്തായാലും ഒന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ പിന്നെ കാപ്പി കുടിച്ചാൽ മതിയോ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് നിന്ന്. പെട്ടെന്ന് പോസിറ്റീവ് വന്ന് കയറിയതാണ് ഈ പ്ലാനിങ് മൊത്തത്തിൽ തെറ്റിച്ചത്. ഞാൻ എന്തായാലും റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് വേണ്ടി ചട്ടി വെച്ചു. അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക പൊട്ടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ പെരിഞ്ചീരകല്ലേ അത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാളയും കൂടെ ഇട്ട് കൊടുത്തേ. എല്ലാം കൂടെ ഒന്നൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗ്രാമ്പും പട്ട, ഏലക്ക ഉണ്ടെങ്കിൽ ഇടുന്നത് നല്ലതാണ്. ഇപ്പം ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് വേപ്പിലിട്ട് കൊടുത്തു. ഒന്നൊരു ബ്രൗൺ കളർ ആവട്ടെ. നമ്മൾ മുട്ട റോസ്റ്റ് വഴറ്റുമ്പോൾ നല്ലവണ്ണം ഉള്ളി വഴഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരിക. അത് കാരണം ഞാൻ അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആവണ വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അത് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവണ സമയം കൊണ്ട് നമുക്ക് എന്താക്കിയാച്ചാൽ കുറച്ച് ചപ്പാത്തി ഇങ്ങോട്ട് പരത്തി വെക്കാം. കുറച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചൂടാ. ബാക്കി ഇനി പൂജുട്ടി നീക്കുകയാണെങ്കിൽ അവൾ പരത്തി തരുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, നമുക്കത് അങ്ങോട്ട് വേഗം ചെയ്യാം കേട്ടോ. അങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് 2 നേരത്തേക്ക് ഉള്ളതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിള്ളേർക്ക് വയറ് നിറച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. രാത്രിയിൽ നമ്മൾ തന്നെയാണ്, വേറെ ഇനി ഫുഡൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അതിന് എക്സ്ട്രാ മുട്ട നമ്മൾ രാത്രിക്കുള്ളതും കൂടെ ഇട്ടിട്ടുണ്ട്. ചപ്പാത്തി പരത്താന്നുള്ളത് എനിക്ക് അന്ന് ഇന്നും പണ്ടും ടാസ്ക്കാണ്. പരത്തും ഞാൻ, പക്ഷെ അത് റൗണ്ടായിട്ട് വരില്ല. ചിലവരിങ്ങനെ റൗണ്ടായിട്ട് പരത്തില്ല. എനിക്ക് കൊത്തിയാവും കണ്ടാൽ കേട്ടോ. ചിലതൊക്കെ എങ്ങാനും ബൈ ചാൻസിൽ എനിക്ക് അങ്ങനെ വന്നു. എന്തായാലും വേണ്ടില്ല, നമുക്ക് കൈയോടെ വേഗം പരത്തി മാറ്റി എടുത്ത് വെക്കാം. ഞാനൊരു 3-4 പരത്തിയപ്പോഴേക്കും പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നീട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി അവളും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പരത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടാൻ വേണ്ടി എളുപ്പമാണല്ലോ. പണ്ടൊക്കെ ഇല്ലേ, ഞാനിത് വാട്ടി കുഴക്കൊന്നുമില്ല പച്ചവെള്ളത്തിൽ. പക്ഷേ ഞാൻ വാട്ടി കുഴച്ചാലും എൻ്റെ ചപ്പാത്തിക്ക് വലിയ സോഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് എന്താണെന്നാവോ, എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ, നമ്മൾ ചപ്പാത്തി ചുടുമ്പല്ലേ ആ ഒരു ഫ്ലെയിം എപ്പോഴും ഹൈയിലായിരിക്കണം. അത് സിമ്പിളായി കഴിയുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി ഒന്നും അങ്ങോട്ട് ഹാർഡായിട്ട് വരിക. ആ ഒരു അത്രയും ഹൈ ഫ്ലെയിമിൽ ഇരുന്നിട്ട് നമ്മൾ ചപ്പാത്തി അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തി സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇല്ലേ, സവാള ഒന്ന് നല്ലോണം ബ്രൗൺ കളറായി വന്നപ്പോൾ ഒരു 2 മുഴുത്ത തക്കാളി ഞാൻ നമ്മുടെ ചോപ്പർ കൂട്ടാനിൽ തന്നെ അടിച്ചെടുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ തക്കാളിയുടെ പച്ചച്ചോയ ഒന്ന് വിടണ രീതിയിൽ വഴണ്ട് വരാൻ വേണ്ടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാനിപ്പുറത്ത് ചപ്പാത്തി ചുട്ടെടുക്കണമുണ്ട് കേട്ടോ. 2 പരിപാടി ഒരുമിച്ച് നടക്കുന്നുണ്ട്. എനിക്ക് ഈ ചപ്പാത്തിയിൽ ഇത്തിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും തൂവിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. എനിക്കിഷ്ടമല്ല എണ്ണ ഇല്ലാണ്ട് ചുട്ടെടുക്കണം. അതുകൊണ്ട് ഞാനൊരു ഇത്തിരി എണ്ണയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ചുട്ടെടുക്കാൻ വേണ്ടി. നെയ്യാണെങ്കിൽ അങ്ങനെ ആക്കും ഞാൻ, ബട്ടറാണെങ്കിൽ അങ്ങനെ ആക്കും. ഇതിപ്പോൾ ഞാൻ ഓയിലാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വേഗം ചുട്ടെടുക്കേണ്ടത്. എന്താ വെച്ചാൽ കണ്ണുകുട്ടിക്ക് ഇത് കഴിച്ചിട്ട് വേണം കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. എനിക്കും പൂജട്ടിക്കും വലിയ ധൃതിയൊന്നുമില്ല. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ നേന്ത്രപ്പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ കണ്ണുകുട്ടിയും കളി കഴിഞ്ഞ് വന്നിട്ടില്ല തോന്നുന്നു ഈ സമയം. വന്നു. അതുകൊണ്ടാണല്ലോ തക്കാളി കിട്ടിയത്. അവനൊരു നേന്ത്രപ്പഴം കഴിച്ചിട്ട് നിൽക്കുകയാണ്. വേഗം ഇനിയിപ്പോൾ ഈ ഒരു തക്കാളി കൊണ്ട് വേണ്ടി വന്ന് പൊടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവന് കഴിക്കാനുള്ളത് കൊടുക്കാം. ഇന്നെല്ലാം കൂടെ ഒരു ഹറിബറി ദിവസമാണ് കേട്ടോ. ഇവർ നേരത്തെ കാലത്ത് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും പാട്. ഇല്ലെങ്കിൽ ഇതൊക്കെ മുന്നേ ആയിട്ടുണ്ടായിരുന്നു. തക്കാളിയും കൂടെ വെന്തപ്പോൾ അതിനകത്തേക്ക്
ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ പൊടി ലേശം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പച്ചമണം മാറണ വരെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പുറത്ത് ചപ്പാത്തി ചൂടല്ലോ, അപ്പുറത്ത് റോസ്റ്റ്, ഇപ്പുറത്ത് ചപ്പാത്തി ചൂടല്ലോ. അങ്ങനെ തകൃതി പരിപാടിയാണ്. എന്നുവെച്ചാൽ ടൈമില്ല. ഈ ഒരു കല്ല് സിമ്മാക്കാൻ വേണ്ടി പറ്റില്ലേ നമ്മുടെ പാന് അല്ല, അപ്പോൾ ചപ്പാത്തി പൊട്ടായി പോകും. അതിൻ്റെ ഇടയിൽ ധൃതിയിലിട്ടതാണ്. ചപ്പാത്തി പകുതി താഴെ പോയി, അത് ആകെ കേട് നാശമായി. എന്നാലും ഞാൻ കളഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്ത് നമ്മുടെ റോസ്റ്റിലേക്ക് ഇത്തിരി ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ അതിന് നേരമില്ലാത്തതുകൊണ്ട് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തൊന്ന് തിളയ്ക്കാൻ വിട്ടിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഇല്ല അതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ അതുകൂടെ തന്നെ ടേസ്റ്റ് ആയിരുന്നേ. നമ്മുടെ മുട്ട തോലി കളഞ്ഞിട്ട് ഇതാ ഞാൻ കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ആ ഒരു കറി തിളച്ച് വരുമ്പോഴേക്കും ഞാനത് ചെയ്യേണ്ടത് കണ്ണൻകുട്ടി ചപ്പാത്തി അവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് കരിയാതെ നോക്കണേ പൊന്നാന്ന് പറഞ്ഞിട്ട് അവൻ അത് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒരു സമയത്ത് നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കണ കാര്യമാണോ ഇത്? കണ്ണൻകുട്ടിക്കാണെങ്കിൽ ഇത് കഴിച്ചിട്ട് വേണം കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ചോറിനൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് ഞാനും ഇന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. അത് കാരണമാണ് ഇത്ര പാടല്ലേ. പിന്നെ ഉള്ളത് കഴിച്ചിട്ട് അവർ പോയിരുന്നേ. ഒന്നും കഴിക്കാതെ പറഞ്ഞാൽ എനിക്കൊരു സമാധാനക്കേടാ. കളിക്കാനാണെങ്കിൽ അവിടെയും പോയി ചാടി കളിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാ കണ്ണൻകുട്ടി ഹെൽപ്പ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനിതാ മുട്ടയൊക്കെ ഇട്ട് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാക്കി. ഇനി അവന് കഴിക്കാൻ കൊടുക്കട്ടെ. അവന് കഴിക്കാൻ കൊടുക്കണം ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാർഗ്ഗമില്ല. എന്താ വെച്ചാൽ അവർ ഫുഡ് വിശന്ന് കഴിക്കുന്ന സമയത്ത് അമ്മ വീഡിയോ എടുക്കട്ടെ പൊന്നാന്ന് പറയുമ്പോൾ വിഷമല്ലേ, നമുക്കൊരു ജാതിയല്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അവന് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അവൻ കളിക്കാൻ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതൊരു പാത്രത്തിലാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ അവന് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഒഴിച്ച് മോറി ബാക്കി വെക്കാം. പൂജട്ടി എൻ്റെ ഇടയിൽ ഇനി ഞാൻ പറഞ്ഞല്ലോ പരത്തി തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. കറി ഒരു പാത്രത്തിലാക്കി വെച്ചു. ചപ്പാത്തി ചുട്ടിട്ട് അടച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആക്കി സീനാക്കി വെച്ചു, ഒക്കെ അടച്ച് വെച്ചു. ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു ഒഴിവ് കിട്ടിയില്ല കഴുകാൻ വേണ്ടിയിട്ട്. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ആവില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ 1-2 ഉള്ളത് വേഗം കയ്യോടെ കഴുകാറില്ലേ. ഞാനിപ്പോൾ അത് അവന് കഴിക്കാൻ കൊടുക്കേണ്ട ധൃതിയിൽ പിള്ളേർക്ക് വിശക്കുമോ എന്നുള്ളൊരു വേജാറിൽ ഞാനിന്ന് പിന്നെ അതൊന്നും കഴുകാൻ വേണ്ടി നിന്നില്ല. ഇനി കയ്യോടെ അത് വേഗം കഴുകി നമുക്കത് കമത്തി ഓരോ സ്ഥലത്തങ്ങൾ ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇതാണ് പാട് കേട്ടോ. ഞാൻ പറയാറില്ല ഇത് കൂട്ടിയിടാറില്ല, ഞാൻ രണ്ടെണ്ണം വെച്ച് വേഗം കഴുകാറാണ് എന്നുള്ളത്. ഇത് 2 വെച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത്രയായി പോകും. അപ്പോൾ എനിക്ക് ഒരുപാട് കഴുകാൻ കാണുമ്പോൾ ഇല്ലേ എൻ്റെ കൈവേദന എവിടെ നിന്നൊക്കെയോ നീട്ട് വരും. എനിക്ക് പാടാതെയോവേ ഇത് മൊത്തത്തിൽ ചെയ്ത് തീർക്കണ്ടേ എന്നുള്ളൊരുപാട് വരണേക്കാട്ടിലും നല്ലത് അപ്പയ്ക്കുള്ളത് അങ്ങോട്ട് ചെയ്ത് വൃത്തിയാക്കി പോരണതായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് എനിക്കത് പറ്റിയില്ല. അതുകൊണ്ട് ഇത്രയും കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് മൊത്തത്തിലാണെങ്കിലും മെല്ലാണെങ്കിലും നമ്മൾ തന്നെയാണ് ചെയ്യുക. പക്ഷെ അതിങ്ങനെ കൂടി കിടക്കുമ്പോൾ അല്ലേ എനിക്ക് എന്തോ ചടപ്പ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് കയ്യോടെ അത് അങ്ങോട്ട് കഴുകി ഞാനിതാ പാത്രങ്ങളൊക്കെ എടുത്തോടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വെക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗത്ത് വെള്ളമാവും. അപ്പോൾ അത് താഴേക്ക് വരും. അപ്പോൾ നമ്മൾ മോപ്പെടുത്ത് തുടച്ചാൽ മതി, വലിയ സീനൊന്നുമില്ല. പക്ഷെ അല്ലാതെ എനിക്കതിവിടെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ മാർഗ്ഗമൊന്നും ആ ഒരു പാത്രം വെക്കണ റേക്ക് കണ്ടില്ല. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വെക്കാൻ പറ്റിയതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടേബിളും കൂടെ അവിടെ ഉള്ളതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇനി നമ്മൾ ഇവിടേക്കൊന്ന് തുടച്ചെടുക്കുക. നമ്മുടെ ചോപ്പർ കൂട്ടനെ എടുത്തോടത്ത് എല്ലാം എടുത്ത സ്ഥലത്ത് കൊടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുക്കുമ്പോൾ നമുക്കതൊന്ന് എടുത്താൽ മതി. ഒക്കെ കഴുകി വാർത്ത് വെച്ചിട്ടില്ലേ. ഇനി നമ്മുടെ ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി നമുക്ക് ഈ പറഞ്ഞ പോലെ കിച്ചൺ ടാപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചപ്പാത്തി പാനില്ലേ അത് കഴുകാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്ത് കൈയോടെ കഴുകിയിട്ടുണ്ട് കേട്ടോ. എടുത്തെടുത്ത അളുക്കുകളൊക്കെ അതാത് സ്ഥലത്ത് കയറ്റി വെച്ചു. ഇനി സ്പ്രേ ബോട്ടിലുള്ള ആ ഒരു ലിക്വിഡ് ഇല്ലേ അത് തളിച്ചിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം. എന്താ വെച്ചാൽ നമ്മുടെ കുക്കിംഗ് പരിപാടി ഇന്നത്തെ കഴിഞ്ഞു. ഇനി വൈകിട്ട് വേണമെങ്കിൽ ഒരു കാപ്പിയുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ നമ്മളിതൊക്കെ അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കാം. അതിപ്പോൾ രാവിലത്തെ ചായ പരിപാടി കഴിഞ്ഞാൽ ഈ ഒരു തുടക്കൽ ഞാൻ തുടച്ചിടും കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കും ഇതിപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിത് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ. പക്ഷെ ഉച്ചയ്ക്ക് ചെയ്യേണ്ടതാണെങ്കിലും നമ്മൾ ആ ചെയ്ത കാര്യങ്ങൾ അപ്പോൾ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സുഖമല്ലേ, കാണാൻ വേണ്ടിയിട്ടൊരു വൃത്തിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ വെച്ചിട്ടോ ഇപ്പം ഒന്നുമല്ല, നമുക്കിത് ചെയ്തിട്ട് വലിയ പുണ്യം കിട്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു ഓക്കെയാണ്, അത് കാണുമ്പോൾ ഒരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഒന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളിൽ മടി പിടിച്ച ദിവസമോ അല്ലെങ്കിൽ വയ്യാത്ത ദിവസമോ പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആണെങ്കിൽ ഞാൻ തുടക്കലൊരു ദിവസം സ്കിപ്പ് ചെയ്താലും നമ്മുടെ കിച്ചണിലെ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. അത് എത്ര വയ്യെങ്കിലും ഞാൻ അവിടെ ഒരുക്കി വയ്ക്കും കേട്ടോ. എനിക്ക് കിച്ചൺ അങ്ങനെ നീറ്റിൽ വൃത്തിയിൽ കിടക്കണം. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പിന്നെയും ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്താലും ഈ കിച്ചണിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ചു വാരിയിടുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ പീരീഡ്സിൻ്റെ ഒരു ആലഭാരം തുടങ്ങണ ഒരു സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയൊക്കെയോ ചെയ്യണമെന്നുണ്ട് എന്നൊന്നും ചെയ്യാൻ പറ്റണമില്ല. അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫുഡും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുമില്ല. ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എനിക്കൊരു മൂഡ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ ചില സമയത്ത് നമ്മളിങ്ങനെ ഓഫാവും, ചില സമയത്ത് നമ്മൾ പൂർവാധികം ഓൺ ആയതുകൊണ്ടിരിക്കും. എന്തായാലും വേണ്ടില്ല, വേഗം എല്ലാവരും അങ്ങോട്ട് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ തുടങ്ങണില്ല കേട്ടോ. ഇന്ന് തുടങ്ങിക്കൂടെ കഴിയുമ്പോഴേക്കും എൻ്റെ വയറുവേദനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇപ്പോഴൊക്കെയും വെയ്യാണ്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും വേണ്ടില്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മനസ്സുഖമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചു വാരിയിട്ടൊന്ന് ഒതുക്കി വെച്ചു. ചളിയോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും എനിക്കത് തുടച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു ഉഷാറാണ്. പക്ഷെ നമുക്ക് ഇന്ന് ആ ഉഷാറ് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. ഒരു 3-4 തിരുമ്പാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് കൈയോടെ അലക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതിൻ്റെ മുന്നേ നമ്മുടെ ഇതില്ലേ ചെടിയോള്, പയറും കാര്യങ്ങളൊക്കെ, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനകത്ത് മണ്ണ് ഇട്ട് ഇങ്ങനെ റെഡിയാക്കണം. അതിനി ഈ ഞായറാഴ്ച, ശനി ഞായറാഴ്ച നമ്മൾ ഇത്തിരി ബിസിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിൽ വിരേനെ നല്ലപോലെ ഒന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ചാടില്ലേ, അതിൻ്റെ എന്താ പറയുക, മുരടിൻ്റെ അവിടെ കടക്കിൽ മണ്ണില്ലാത്തതിനെ കൊണ്ട്. അപ്പം ഞാൻ കുറച്ച് മണ്ണൊക്കെ അവിടുന്ന് ഇവിടുന്ന് മാന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വൃത്തിക്കും മെനക്കും പിന്നെ ചെയ്യാൻ വിചാരിച്ചു. വെള്ളം എന്തായാലും കാര്യമായിട്ട് വൈകിട്ട് നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. രാവിലെ ചിലപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കാപ്പിയോട് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തിറങ്ങി ഒന്ന് നോക്കി ഇവരെ നോക്കുകയാണെങ്കിൽ എനിക്കത് നല്ലോണം വെയിലുള്ള ദിവസമാണെങ്കിൽ രാവിലെയും ഒഴിച്ചു കൊടുക്കാറുണ്ട്, 2 നേരം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പം മുളകും തേക്കും ഇവിടുത്തെ തെങ്ങും തൈ ഇവർ നട്ടയക്കുകയാണ് കേട്ടോ. അത് നമ്മൾ നട്ടൊന്നുമല്ലേ. തെങ്ങും തൈന് എല്ലാത്തിനും ഒരു തുള്ളി വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിനി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് നമ്മുടെ അങ്ങോട്ട് പോട്ടെ, ഉമ്മർത്തിക്ക് നമ്മുടെ ഇതിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഇഞ്ചിയും വേപ്പിലൊക്കെ ഇല്ലേ, അതിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന് പച്ചക്കറി വേസ്റ്റ് ഇല്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി, പച്ചക്കറി വേസ്റ്റ് ചേച്ചി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുത്തോളൂ, നല്ലോണം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ബിരിയാണിയിൽ ഇടുന്ന ലീഫാ, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട്. എനിക്ക് വേപ്പിലയാണ് നല്ലോണം പിടിച്ച് കിട്ടേണ്ടത്. അതാണ് എൻ്റെ ജീവൻ. അപ്പോൾ അതിന് എങ്ങനെ ഉണ്ടാവും എന്തോന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ നോക്കണതിൻ്റെ ഒരു ലെവലിലേക്കൊക്കെ നോക്കുന്നുണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഉമ്മറത്ത് വന്നിട്ട് നമ്മുടെ തുളസി, ഇത്രയും ഇഷ്ടമുള്ളൊരു സാധനം എനിക്ക് വേറെ ഇല്ല കേട്ടോ. ഞാൻ എവിടെ കണ്ടാലും പറിച്ചു കൊടുത്തിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലോണം തളുത്ത് നിൽക്കണ കാണാൻ വേണ്ടി നല്ല രസമല്ലേ. അപ്പോൾ അതിനും നമ്മുടെ കറ്റാർ വാഴയ്ക്കും പിന്നെ അവിടെ ഉള്ള കന്നിക്കൂർക്കലയ്ക്കും എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ കണ്ണൻകുട്ടി അവിടെ ഇവിടെ എന്തൊക്കെയോ കൊടുത്തിട്ടിട്ട് മുറ്റം ആകെ ഒന്ന് അലമ്പാണെന്ന് തോന്നി. നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു പുല്ല്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമ്മൾ 2 ആഴ്ച മുന്നേ അവിടെയൊക്കെ ഇരുന്ന് പുല്ല് പറിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നോക്കി ഇത്രയും പുല്ലുണ്ട് കേട്ടോ. എൻ്റെ കൈ കൊണ്ട് എനിക്കിത് പറിക്കാൻ വെച്ചിട്ടല്ല, പക്ഷേ അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. നമ്മളിവിടെ വീട്ടിൽ ആൾതാമസം ഇല്ലാത്ത പോലെ ഇരുന്ന് പറിക്കാൻ വേണ്ടി കുറച്ച് പാടാണ് കേട്ടോ. ഒത്തിരി ബലമുണ്ട് അതിന്. ഇങ്ങനെ പെട്ടെന്ന് പറിച്ചാലൊന്നും പോരണമൊന്നുമില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ നിന്നിട്ടൊക്കെ ആയിട്ട് അതങ്ങോട്ട് ഒരു വിധത്തിൽ അങ്ങോട്ട് എടുത്ത് പറിച്ചിടാമെന്ന് വിചാരിച്ചു. ഒരുപാട് വലുതൊക്കെ അല്ലേ, ബാക്കിയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ നിൽക്കട്ടെ, എന്നെക്കൊണ്ട് കൈക്കോട്ട് വെച്ചിട്ട് എടുത്ത് വെക്കാൻ പാകത്തിലുള്ള ഒരു പാങ്ങ് ഇപ്പം ഇല്ല. എന്ന് വെച്ചാൽ കൈവേദനയുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ ഇനി രണ്ടാമതും ഞാൻ ഇടങ്ങേറുണ്ടാക്കണ്ട വിചാരിച്ചു. ഇന്നലത്തെ നാളികേരം പൊളിക്കലിൻ്റെ അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഗൈസ്, കൈവേദന കാരണം. അപ്പം ഇനി അത് കൂട്ടണ്ട വിചാരിച്ചു. ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ തോന്നും അങ്ങോട്ട് ഉള്ളത് ഇങ്ങോട്ട് പറിച്ചിടാന്ന്. പിന്നെ കാണുന്നതൊക്കെ ഇങ്ങനെ പറിച്ച് ആ ഒരു ഏരിയ അങ്ങോട്ട് വൃത്തിയാവും. ഒരു വിധം ഞാൻ ആ ഒരു വലുതൊക്കെ അങ്ങോട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. ആ കുഞ്ഞത് ഇതാ കിട്ടില്ല കേട്ടോ, അത് വലിക്കാൻ വേണ്ടി കുറച്ച് പാടാം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മെനക്കിട്ടില്ല, അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ബാക്കി ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ട് ഇത് നമുക്ക് അടിച്ചു വാരിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മുക്കിൽ കൊണ്ടൊക്കെ കൂട്ടാം. അതാണ് പിന്നെ ഈ കിടക്കുന്ന കടലാസൊക്കെ ഈ കണ്ണൻകുട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ പിച്ചി നുറുക്കിയിടുന്നതാണ് കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ വീട്ടിൽ ഇത്രയും പാടില്ല തോന്നുന്നു. ഇവർ രണ്ടാളെയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരാളിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയണതും കണുണ്ടാക്കുമ്പോൾ ചെയ്യണമൊക്കെയാണിത്. അതിൻ്റെ ഇടയിൽ ഓരോ കൂട്ടിക്കുറുമ്പിന് കാട്ടേണ്ട പരിപാടികളാണ് ഇതൊക്കെ. പിന്നെ ഞാനിങ്ങനെ ഉമ്മറത്ത് ഇറങ്ങി നിൽക്കുമ്പോഴാവും അവിടെ ഇവിടെയൊക്കെ കറണ്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. 1-2 ആണെങ്കിൽ ഞാൻ പെറുക്കിയിടും കേട്ടോ, അടിച്ചു വരാൻ വേണ്ടി മെനക്കിടാറില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഈ പച്ച കളർ കാണാൻ വേണ്ടിയിട്ടൊരു രസമാണ്. പക്ഷെ വല്ലാണ്ട് ആവുമ്പല്ലേ വല്ല എഴുജന്തുക്കളും വന്നിരുന്നാലോ വിചാരിച്ചിട്ടാണേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ശനി ഞായറാഴ്ച റെഡിയാക്കണം വിചാരിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇപ്രാവശ്യം ഈ ശനി ഞായറാഴ്ചയും തിരക്കും കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് അതും പറ്റില്ല. പിന്നെ വന്നിട്ട് നമ്മൾ തുണിയോട് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചു. വേഗം അങ്ങോട്ട് കൈയോടെ അലക്കിയിട്ട്, അത് ഇന്ത്യയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പൂജുട്ടിയുടെ അലക്കിയിടാറുണ്ട്. കണ്ണൻകുട്ടി കളിക്കാൻ പോവുകയാണെങ്കിൽ അവനും ചെയ്യാറൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി കിടക്കാറുമുണ്ട്. അപ്പോൾ ഇനി ഇൻ്റെതാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ പറഞ്ഞ പോലെ ഒരു ദിവസം 2 വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇട്ട ഡ്രസ്സുകൾ കുക്ക് ചെയ്തൊക്കെ ആകുമ്പോൾ അത് പിന്നീട് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതൊന്ന് കുത്തിയിടാൻ വേണ്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. നൈറ്റ് ഇടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കയ്യോടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, അലക്കിയിടാമെന്ന് വിചാരിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് ഇത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഏതായാലും ഇപ്പോൾ വൈകുന്നേരം ആവണേ, അധികം നേരമൊന്നും വൈകിയിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യം കൂടെ ചെയ്യാനുള്ള സമയമുണ്ട്. ഇതും കൂടെ അങ്ങോട്ട് ചെയ്യാം. ഇനി നമ്മുടെ പീരീഡ്സ് മാമൻ എപ്പോഴാണോ തലപൊക്കി വരികയെന്നറിയില്ല. ആ സമയത്ത് എനിക്ക് ഒട്ടും വയ്ക്കില്ല കേട്ടോ. 2 ദിവസം എൻ്റെ ആ ഒരു ദിവസം പൊട്ട ദിവസമാണ് കേട്ടോ. എനിക്ക് ആരും കാണണ്ട, കേൾക്കണ്ട, ഒന്നും മിണ്ടണ്ട, അങ്ങനത്തെ ഒരു ദിവസങ്ങളാണ്. അതിൻ്റെ ആലവാരത്തിൻ്റെ മുന്നേ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഒതുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
തിരുമ്പൽ കഴിഞ്ഞിട്ട് ഇതാ കയ്യോടെ ഊരി പിഴിഞ്ഞിടുകയാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പരിപാടി. ഊരി പിഴിയുക, പിന്നെ പറഞ്ഞ പോലെ തുണി വിരിച്ചിടുക, ഇതൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. മടക്കി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ മടിയൊന്നുമില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്താണ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ വീട് മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനലും കാര്യങ്ങളൊക്കെ പൊടി തട്ടി തുടച്ച് ഇതൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്കൊരു മൂഡുണ്ടാവില്ല. പിന്നെ സ്റ്റിച്ച് ചെയ്യാണ്ടായിരുന്നു കുറച്ചധികം, അതൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഞാൻ ഡ്രസ്സ് വയ്ക്കുന്ന അലമാര ഇതൊക്കെ ഈ പൂജിട്ട് എൻ്റെ ഡ്രസ്സും കൂടെ അവൾ ഇടാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ ഇവൾ ഒരെണ്ണം എടുക്കുമ്പോൾ എല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ട് ഞാനത് ഒതുക്കി വെക്കണതൊക്കെ വലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി അതൊന്ന് ഒതുക്കി വെക്കണം എന്ന് വിചാരിക്കണം. അങ്ങനെ ഒതുക്കി വെക്കുമ്പോൾ മൊത്തത്തിൽ ഞാൻ വാരി വലിച്ചിട്ടിട്ട് ഒന്നേച്ചിട്ട് ഒതുക്കി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം പണി ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ നമ്മുടെ റൂമിൽ ഡെയിലി ഇടുന്ന ഡ്രസ്സും പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ കുട്ടികളുടെ ഡ്രസ്സും അലമാരയും എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ സമയം പോവല്ലേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ലൈവിൽ ഇരുന്നുണ്ടായിരുന്നു. ഇനി വേഗം പോയിട്ട് ഞാൻ കുളിക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ വിളക്ക് വെക്കലും ഞാനുണ്ടാവില്ല. കണ്ണൻകുട്ടി കുളി കഴിഞ്ഞ് വന്നിട്ടായിരിക്കും വിളക്ക് വെക്കുക. അതുകൊണ്ട് പിന്നെ വിളക്ക് വെക്കുന്ന കാര്യങ്ങളൊന്നും കാണിക്കില്ല കേട്ടോ. അപ്പം ഇനി ഞാൻ വേഗം പോയി കുളിച്ചിട്ട് ഓടി വരാം കേട്ടോ. ചപ്പാത്തിയും കറിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയതാണ് ഞങ്ങൾ. കുളി കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞു, വിളക്ക് വെക്കൽ കണ്ണൻകുട്ടി അത് വിളക്ക് വെച്ച് കണ്ണൻകുട്ടി ഫുഡ് കഴിച്ചു വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാർജെല്ലാം കിട്ടും. എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. കുറച്ചും കൂടെ ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ വിശക്കണമില്ല. പൂജയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാതിരുന്നിട്ട് വിശക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഷാജേട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 10-11 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വിശക്കാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മുന്നേ കഴിച്ചായിരുന്നു. അപ്പം അങ്ങനെ അപ്പം ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കട്ടെ, എന്നിട്ട് ഞാനിനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. അപ്പോൾ അവൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കുകയും ചെയ്യാം. അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ കാണാൻ വേണ്ടി ഒരു ചായ ഉണ്ടാക്കിയതിൻ്റെ എല്ലാം വേണം ഇവിടെ കാണാനുണ്ട്. അവിടെ എൻ്റെ ഒന്നും കൂടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും പൂജയ്ക്ക് കൊടുക്കട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു സമയത്ത് ഒന്നും കഴിക്കാൻ വേണ്ട കേട്ടോ. ഒരു ഗ്ലാസ് ചായയുടെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കിട്ടിയാൽ മതി. 2-3 ദിവസം അങ്ങനെയാണ്. അവിടെ എനിക്ക് എന്തോ കാര്യമായിട്ട് വിശക്കണും കാര്യങ്ങളൊന്നുമില്ല. കണ്ണൻകുട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോൾ. ഇനി ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തീർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പാടാണ്. നാളെ നീളെ പറഞ്ഞിട്ട് ഞാനത് കുറേ ദിവസമാക്കും. ചേച്ചി അർജൻറ്റൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ പിന്നെ അത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നട്ടപ്പാതിരക്കായിരുന്നു എങ്കിലും ഇരുന്ന് തയ്ച്ചിട്ട് വേഗം കൊടുക്കും. അങ്ങനെ പൂജിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വിശപ്പ് ഉണ്ടാകുമ്പോൾ കഴിക്കണതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ്. അവൾക്ക് ഇനി കുറച്ച് നേരം കമ്പനിക്ക് ഞാൻ ഇരുന്ന് കൊടുക്കട്ടെ കൂടെ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പൂജിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണമല്ല, ലെങ്ത്ത് കൂട്ടണില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ഇടണം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.